Hello guys, Let's rate Big Boss Season 7 contestants. ആദ്യമായി നമ്മുടെ അനീഷ്. അനീഷ് കിടിലൻ കോമണർ. ഇത്രയും കാലം വന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോമണർ ആയിരുന്നു അനീഷ്. സോ റേറ്റ് ലൈക്ക് 8 out of 10. മിക്കവാറും ടോപ്പ് 5 ഞാൻ അനീഷിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് അനുമോൾ. അനുമോളുടെ ചാൻസ് കുറച്ച് കുറയ്ക്കുവാണെങ്കിൽ ഒരു അടിപൊളി പ്ലെയർ ആണ്. ഞാൻ റേറ്റ് ചെയ്യുന്നത് 7 out of 10. ഓക്കെ, പെർഫെക്റ്റ്. ആര്യൻ. ആര്യൻ കിടിലൻ ഗെയിമർ ആണ്. ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ച് പുള്ളി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. 9 out of 10. എനിക്ക് ആര്യനെ ഭയങ്കര ഇഷ്ടം. ടോപ്പ് 5 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി കലാഭവൻ സരിക. അത്ര വലിയ നല്ലൊരു പ്ലെയർ അല്ല. മോസ്റ്റ്ലി എല്ലാം പരദൂഷണ കമ്മിറ്റിയിലെ മെമ്പർ ആണ്. ഒരു 3 out of 10. അടുത്ത് നമ്മളെ ബിൻസി. കിടിലൻ പ്ലെയർ ആയിരുന്നു. ശരിക്കും ഒരു 7 ഒക്കെ റേറ്റ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ ഓൾറെഡി എവിക്റ്റ് ആയി. ഇല്ല, ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബിൻസി കുറച്ചും കൂടെ നല്ല സ്ട്രോങ് പ്ലെയർ ആയിരുന്നു. വെറും ഒരു കളിയും കളിക്കാത്ത ആൾക്കാരകത്തുണ്ട്. സോ അവരായിരുന്നു ആക്ച്വലി പോകേണ്ടത്. മേ ബി വോട്ടിംഗ് ആയിരിക്കും അല്ലെ? വോട്ടിംഗ് ആയിരിക്കും. ഗൈസ് പ്ലീസ് സൂക്ഷിച്ച് വോട്ട് ചെയ്യുക. അടുത്ത അക്ബറിന്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അക്ബർ നല്ല ഗെയിമർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യത്തെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വള്ളികളിൽ പിടിക്കുക എന്നുള്ളതാണ്. അക്ബർ ആണെങ്കിലും നമ്മുടെ ശരത്താണേലും എല്ലാം സെയിം ആണ്. 4 out of 10. 4 out of 10. ഒനിൽ മോസ്റ്റ്ലി അടുക്കള തന്നെ ഒതുങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. വല്ലാണ്ട് അരങ്ങത്തേക്കൊന്നും ഇല്ല. ഞാൻ റേറ്റ് ചെയ്തത് 4. പുള്ളിക്ക് ഫുഡ് വിഷയങ്ങളാണ് മോസ്റ്റ്ലി താല്പര്യം. ബിന്നി കുറച്ച് അത്ര ഒരു കിടിലൻ പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ റേറ്റ് ചെയ്യുന്നത് 3. ഓക്കെ. അഭിലാഷ് ശരിക്കും കഴിഞ്ഞ ദിവസം നോമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഭിലാഷ് മാത്രമുള്ള നോമിനേഷനിലൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ ഒരു അടിപൊളി പ്ലെയർ ആണെന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു ടീം മെമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരുമായിട്ടൊക്കെ ജെല്ലായി പോകുന്നുണ്ട് കാര്യമായിട്ട്. അതുകൊണ്ടായിരിക്കും മോസ്റ്റ്ലി നോമിനേഷനിലൊന്നും വരാനേ. പക്ഷെ അത്രയൊരു സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആദ്യത്തെ എന്തോ ദിവസം ഒരു ഇഷ്യൂലെന്തോ എഴുതിയതേ ഉള്ളൂ. അല്ലാണ്ട് വലിയതൊന്നുമില്ല. സോ ഞാൻ റേറ്റ് ചെയ്യുന്നത് ഒരു 4. അടുത്ത റന ഫാത്തിമ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊട്ടും ചീറ്റും അങ്ങനെയാണ്. അപ്പൊ ഞാൻ റേറ്റ് ചെയ്യുന്നത് ഒരു 3.